വെൽക്കം ടു CS ട്രാവൽ ബൈറ്റ്സ്. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അധിക ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അധിക സമയവും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട്. ഏത് മോഡിലും നമുക്ക് ഉണ്ടാക്കാം. ഓവനിൽ വേണമെങ്കിൽ ഓവനിൽ, എയർ ഫ്രയറിൽ, ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ട് അടുപ്പിൽ വെച്ചും ഇത് ഉണ്ടാക്കാം. അപ്പൊ ഞങ്ങളുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് ലൈക്ക് ചെയ്യണം. എന്നാൽ ശരി, നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 3 മുട്ട, അത്യാവശ്യം വലിപ്പമുള്ള 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇനി ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഈ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ എക്സ്ട്രാ ഇടുന്നുണ്ട്. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിനി വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ അടുപ്പിൽ ഒരു പാത്രം എടുത്ത് വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും മുട്ടയും കൂടെ വെച്ചിട്ടുള്ള ആ പാത്രം ഇതിന് മേളിലോട്ട് നമ്മളൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ വെള്ളത്തിൽ മുട്ടുന്നില്ല, മേളിലായിട്ട്, അതായത് ഒരു ഡബിൾ ബോയിലിംഗ് പോലെ. നമ്മൾ എന്നിട്ട് ഇതിനെ നിർത്താതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇത് ഈ പഞ്ചസാര അലിയുന്നിടം വരെ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട്. ഇത് താഴെയൊന്നും മുങ്ങുന്നില്ല, കറക്റ്റായിട്ട് നമ്മളിത് ഇളക്കി എടുത്തുകൊണ്ടിരിക്കുക. നമ്മളിത് ഫുൾ തീയിലാണ് വെച്ചേക്കുന്നത്. ഇത് പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആകുന്നിടം വരെ നമ്മൾ ഇത് നന്നായിട്ട് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിനി നമ്മൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് ഒന്നും കൂടെ നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട്. നമ്മുടെ മുട്ടയും വാനില എസൻസും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു അരിപ്പ എടുത്തിട്ട് അതിനകത്തേക്ക് 1 കപ്പ് മൈദ ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/4 കപ്പ് ചോക്ലേറ്റ് പൗഡറും കൂടെ ചേർക്കുക. ഇതിലേക്ക് 1.25 ടീസ്പൂൺ നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ശകലം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മളിനി ഇതിനകത്തോട്ട് അരിച്ചിടുക. നന്നായിട്ട് ഇത് അരിച്ചിട്ടിട്ട് നമ്മളിനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വിസ്ക് വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ആകുന്നിടം വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. നമ്മളിനി ഇതിനെ ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കുക. അടുത്തതായിട്ട് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പേ വെച്ചിട്ട് അതിനകത്തേക്ക് 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ 100 ഗ്രാം ബട്ടർ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ 50 ഗ്രാം ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മെൽറ്റ് ആവുന്നിടം വരെ ഇളക്കിയെടുക്കുക. പാലിൽ ബട്ടറും ചോക്ലേറ്റും നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന മിക്സറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് വെച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതെല്ലാം നന്നായിട്ട് മിക്സായി വരുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 1 സൈഡ് തന്നെ ഇളക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന
ട്രേയിലേക്ക് ഒഴിക്കാൻ പോവാം. നമ്മൾ ട്രേ ഓൾറെഡി ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മേളിൽ നമ്മൾ ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ആ ട്രേ എടുത്തിട്ട് അതിലേക്ക് നമ്മളിനി ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നിറച്ചൊഴിക്കുന്നില്ല. നമ്മൾ ഈ ട്രേയുടെ ഒരു 1/4 ഭാഗം ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് മേളിലോട്ട് ഒഴിക്കണ്ട, കാരണം അത് പൊങ്ങി വരാനുള്ള സ്പേസ് നമ്മൾ വെക്കണം. പിന്നെ ഇനിയിപ്പം ഒരു ചെറിയ സ്റ്റിക്ക് എടുത്തിട്ട് ഇത് ഈ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇതിനകത്തുള്ള ബബിൾസ് എല്ലാം ഒന്ന് പോയി കിട്ടും. മേളി മാത്രം ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ചെയ്താൽ ഇതിന്റെ ബബിൾസ് ഒന്ന് മാറി കിട്ടും. ഇനി നമ്മൾ ജസ്റ്റ് ഈ ട്രേ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഇത് ലെവൽ ചെയ്തു വരും. ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കും. ഇനി എന്തെങ്കിലും ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിപ്പൊക്കോളുകയും ചെയ്യും. ഈ കേക്ക് നമുക്ക് നോർമലായിട്ട് സ്റ്റൗവിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഒരു വാവട്ടമുള്ള ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ കേക്ക് മിക്സറിന്റെ ട്രേ ആ സ്റ്റാൻഡിന് മേളിൽ എടുത്ത് വെക്കുക. എന്നിട്ട് അത് അടച്ചു വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 25 to 30 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് ബേക്ക് ആയിട്ട് കിട്ടും. നമ്മളിപ്പം കേക്ക് ട്രേ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മൾ ഇനി ഇതെടുത്ത് വെക്കുക. ഇനി നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക. നമ്മളിപ്പോ ഒരു 160 ടെമ്പറേച്ചർ വെക്കുന്നേ. ഈ ടൈം നമ്മൾ 35 മിനിറ്റ്സ്. 35 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ കേക്ക് ഇപ്പം നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നമ്മളൊരു 160 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ് ആണ് വെച്ചിരുന്നത്. നമുക്കിത് കറക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കേക്കിന്റെ ബേക്കിംഗ് ടൈം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വേരിയേഷൻസ് വരാറുണ്ട്. നമുക്കിനി ഈ കേക്ക് ഒന്ന് നന്നായിട്ട് തണുക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ട്രേയിൽ നിന്നൊന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ട്രേ ചെറുതായതുകൊണ്ട് 2 ട്രേയിലാണ് ബേക്ക് ചെയ്തേക്കുന്നത്. നമ്മളിപ്പം കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ കേക്ക് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന കേക്കേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെസിപ്പി ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തു നിന്നാണ് പഠിച്ചത്. ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മിക്കവാറും എനിക്ക് ഉണ്ടാക്കി തരാറുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ കേക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ കേക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഞങ്ങളെ ഒന്ന് അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.